ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 10th ബയോളജിയിലെ പരിണാമത്തിൻ്റെ വഴി എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗത്തേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ സുഷുമ്നയും നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ തലച്ചോറിലെ നമ്മുടെ മസ്തിഷ്കത്തിലെ ഭാഗങ്ങളൊക്കെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു നാഡീയ ആവേഗം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. സിമ്പിളാണ്. ഒരു നാഡീയ ആവേഗം, ഒരു മെസ്സേജ്, ഒരു സന്ദേശം എന്താണ്, ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് എത്തണമെങ്കിൽ പല ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. എന്താണ് സിനാപ്സ്? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു നാഡീയ ആവേഗം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. സിനാപ്സ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി കിട്ടണം. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. അപ്പോൾ നമുക്ക് ആ സിനാപ്സിൻ്റെ ഒരു നോക്കാം. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ, സിനാപ്റ്റിക് നോബ് നമുക്കറിയാം ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തുള്ള മുഴകൾ പോലെയുള്ള ഒരു ഭാഗമാണ്. ആവേഗങ്ങൾ ആ ഒരു സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കും. ആ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറഞ്ഞു. ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ആ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കും. എന്താ ഈ സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്നത് ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവാണ്. രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവ്, ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയൊരു വിടവിനെയാണ് നമ്മൾ എന്ത് പറയുക? സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ചിത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമുക്കിത് നോക്കാം. പിന്നെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ഈ ഒരു സിനാപ്റ്റിക് നോബ് സ്രവിച്ച ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരത്തിലെ റിസപ്റ്ററുകളുമായിട്ട് ചേർന്ന് ആ ന്യൂറോണിനെ ഉദ്ദീപിപ്പിക്കുന്നു. പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം ഏതാണ്? പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന ഈ ഒരു ന്യൂറോണിലെ സിനാപ്റ്റിക് നോബ് സ്രവിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകൾ, വെള്ള ഇത് കണ്ടോ, ആ ഒരു റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിന്റെ അഗ്രഭാഗമാണ് എന്ത്? പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എന്ത് ചെയ്യും? സ്തരത്തിലെ റിസപ്റ്ററുകളുമായിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ചേർന്നിട്ട് ആ ന്യൂറോണിനെ ഉദ്ദീപിപ്പിക്കുന്നു. അങ്ങനെയാണ് ആവേഗങ്ങൾ ഓരോ ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി സിനാപ്സിന്റെ ധർമ്മം നമ്മൾ നോക്കുകയാണ്. സിനാപ്സുകൾ ആവേഗങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടും. സിനാപ്സുകൾ എന്താണ്? ആവേഗങ്ങളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് വൃത്തിക്ക് ആ ഒരു ഇത് നോക്കാം. നമുക്ക് എന്താണ്, ഇറേസർ എടുത്തിട്ട് ഇത് ഫുള്ളൊന്ന് കളഞ്ഞു കൊടുക്കാം. നമ്മളിത് ഫുള്ള് കളഞ്ഞു. നമുക്കിത് നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തെന്നാ? ഈ ഒന്ന് എന്താ? ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറത്തുവിടുന്ന സിനാപ്റ്റിക് നോബിൾ, ആ ഒരു ന്യൂറോണാണ്. ആവേഗങ്ങളെ കൈമാറുന്ന ന്യൂറോണാണ് ഇത്. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഡെൻഡ്രൈറ്റിന്റെ അഗ്രഭാഗം ഇതും, ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നിറഞ്ഞ വെസിക്കിളുള്ള ആക്സോണിന്റെ അഗ്രഭാഗം ഇതും. പിന്നെ ഇതെന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിന്റെ അഗ്രഭാഗമാണ്. നമുക്കറിയാം ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുക? സന്ദേശങ്ങളെ സ്വീകരിച്ചിട്ട് ഡെൻഡ്രോണിലൂടെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക്, ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവ് അവിടത്തേക്ക് സ്രവിക്കും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരത്തിലുള്ള റിസപ്റ്ററുമായിട്ട് ചേർന്നിട്ട് ഈ ന്യൂറോണിനെ എന്ത് ചെയ്യും? ഉദ്ദീപിപ്പിക്കും. അങ്ങനെ ഇവിടത്തേക്ക് എന്തെത്തുന്നു? സന്ദേശങ്ങൾ എത്തുന്നു. പിന്നെ അങ്ങനെ ഓരോ ന്യൂറോണിലേക്ക് ഇങ്ങനെ കൈമാറി പോകുന്നത് ഇതുവഴിയാണ്. അതാണ് സിനാപ്സ്. ഇത് സിനാപ്സിന്റെ ഘടനയാണ്. സിനാപ്സിന്റെ ഘടന പഠിച്ചു വെക്കണം. സിനാപ്സ് എഴുതാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. അപ്പുറം കാണിച്ച ആ ഒരു പിക്ചർ ഇല്ല, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ 2 പോയിന്റും. പിന്നെ ഇത് സിനാപ്സിന്റെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇത് വായിച്ചു വിടേ വേണ്ടു. നവീന മസ്തിഷ്കം, നിയോ കോർട്ടെക്സ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം.
സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. സിമ്പിളാണ്. സസ്തനികളിലുള്ള മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ്, നമുക്കറിയാം നമ്മുടെ സെറിബ്രത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് അറിയില്ലേ, നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ആ ഒരു സെറിബ്രൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. മനുഷ്യരിലാണ് മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം 16 ബില്യൺ നാഡീകോശങ്ങൾ, നമ്മുടെ നവീന മസ്തിഷ്കത്തിൽ 16 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവയിൽ ഓരോന്നും മറ്റുള്ളവയുമായി ശരാശരി എത്രയാണ് 7000-ഓളം സിനാപ്സുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത്. നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെ നമുക്ക് സാധ്യമാകുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ചിന്തിക്കുക, തീരുമാനം എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക ഒക്കെ സാധ്യമാകുന്നത് അങ്ങനെയാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കും. എന്താണ്? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെ പുതിയ അനുഭവങ്ങൾ നേടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കം കൂടുതൽ കാര്യക്ഷമമാവും, പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. ഇതാണ് നവീന മസ്തിഷ്കത്തിൽ നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വിവിധതരം ന്യൂറോണുകളാണ് നോക്കാൻ പോകുന്നത്. എന്താണ്? വിവിധതരം ന്യൂറോണുകൾ. ഇവിടെ കാണാം കേന്ദ്ര നാഡീ വ്യവസ്ഥ, പെരിഫറൽ നാഡീ വ്യവസ്ഥ. കാണുന്നില്ലേ? ഇവിടെ ഗ്രാഹി, ഇത് സംവേദന ന്യൂറോൺ. ഈ പെരിഫറൽ നാഡീവ്യവസ്ഥയിലാണ് സംവേദന ന്യൂറോൺ ഉള്ളത്. അപ്പം ഗ്രാഹികളിൽ നിന്ന് അപ്പോൾ ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സംവേദ ന്യൂറോൺ ആണ്. ആരാണ്? സംവേദ ന്യൂറോൺ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രേരക ന്യൂറോൺ നോക്കാം. നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള സന്ദേശങ്ങളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ, കേന്ദ്ര നാഡീവ്യവസ്ഥയിലുള്ള നിർദ്ദേശങ്ങളെ അവയവത്തിൽ അല്ലെങ്കിൽ പേശികളിൽ, ഗ്രന്ഥികളിൽ എത്തിക്കുന്നത് പ്രേരക ന്യൂറോൺ ആണ്. ഇന്റർ ന്യൂറോണിന്റെ റോൾ എന്താ? ഈ ഒരു സംവേദ ന്യൂറോൺ കൊണ്ടുവരുന്ന ആ ഒരു സന്ദേശങ്ങളെ വിശകലനം ചെയ്തിട്ട് പ്രതികരണ സന്ദേശങ്ങളെ പ്രേരക ന്യൂറോണിലേക്ക് ആരാണ് കടത്തിവിടുന്നത്? ആരാണ് കൈമാറുന്നത്? ഇന്റർ ന്യൂറോൺ ആണ്. സംവേദ ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക് കൈമാറുന്നു. ഇന്റർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സംവേദ ന്യൂറോണിൽ നിന്നുള്ള സന്ദേശങ്ങളെ വിശകലനം ചെയ്ത് എന്ത് ചെയ്യുന്നു? പ്രതികരണ സന്ദേശങ്ങൾ എവിടത്തേക്ക്? പ്രേരക ന്യൂറോണിലേക്ക് എത്തിക്കുന്നു. പ്രേരക ന്യൂറോൺ എന്താ? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള സന്ദേശങ്ങളെ അവയവത്തിലേക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ അവയവത്തിലേക്ക് അല്ലെങ്കിൽ പേശികളിലേക്ക്, ഗ്രന്ഥികളിലേക്ക് പ്രേരക ന്യൂറോണാണ് കൊണ്ടുപോകുന്നത്. ഇതാണ് വിവിധതരം ന്യൂറോണുകൾ. അപ്പോൾ നമുക്കിവിടെ വിവിധതരം ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങളും ന്യൂറോണുകളും സെയിം ആണ്. വിവിധതരം നാഡീകോശങ്ങളും അതിൻ്റെ ധർമ്മവും. സംവേദ ന്യൂറോണിന്റെ ധർമ്മം എന്താണ്? ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. പ്രേരക ന്യൂറോണോ? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ എവിടെ എത്തിക്കുന്നു? നിർദ്ദേശങ്ങളെ നമ്മുടെ അവയവത്തിൽ, ഗ്രന്ഥികളിൽ, പേശികളിൽ എത്തിക്കുന്നു. ഇന്റർ ന്യൂറോണോ? സംവേദ ന്യൂറോണിൽ നിന്നുള്ള സന്ദേശങ്ങളെ വിശകലനം ചെയ്ത് പ്രതികരണ സന്ദേശങ്ങളെ എവിടെ എത്തിക്കുന്നു? പ്രേരക ന്യൂറോണിൽ എത്തിക്കുന്നു. ക്ലിയർ അല്ലേ? സംവേദ ന്യൂറോണ് എന്താണ്? ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ എവിടെ എത്തിക്കുന്നു? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ. പ്രേരക ന്യൂറോണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ഗ്രന്ഥികൾ, അവയവങ്ങൾ, പേശികൾ അവിടെ എത്തിക്കുന്നു. ഇന്റർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണ്? സംവേദ ന്യൂറോണിൽ നിന്നുള്ള എന്തിനെ? സന്ദേശങ്ങളെ വിശകലനം ചെയ്തിട്ട് പ്രതികരണ സന്ദേശങ്ങളെ പ്രേരക ന്യൂറോണിൽ എത്തിക്കുന്നു. ഇനി നാഡികളാണ് നമ്മൾ നോക്കുന്നത്. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ. നാഡീകോശങ്ങൾ എന്താ? ന്യൂറോണുകളാണ്. നമ്മുടെ ന്യൂറോണുകളാണ്. അതിൻ്റെ ആക്സോൺ ഏതാ? കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോണുകൾ. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിന്റെയും യോജകകല കണക്റ്റീവ് ടിഷ്യൂ അതിൻ്റെയും പാളിയാൽ പൊതിഞ്ഞു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ എന്താണ്? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിന്റെയും യോജകകലയുടെയും പാളിയാൽ പൊതിഞ്ഞു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ എന്ന് പറയുന്നത്. നാഡീൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാഡികൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ വിവിധതരം നാഡികളും ധർമ്മവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയത് വിവിധതരം ന്യൂറോണുകളായിരുന്നു. ഇത് വിവിധതരം നാഡികളാണ്. ഓക്കെ, പേര് സെയിം ആണ്. നേരത്തെ ഇന്റർ ന്യൂറോണിന് പകരമായിട്ട് സമ്മിശ്ര നാഡി എന്നാണ് ഉള്ളത്. നേരത്തെ സംവേദ ന്യൂറോൺ ആയിരുന്നു, ഇവിടെ സംവേദ നാഡിയാണ്. നിർമ്മാണ ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞ സംവേദ ന്യൂറോൺ ആണ്. ഇതിന്റെ ധർമ്മം എന്താണ്?
ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. എന്താണ്? ഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. പ്രേരകനാഡിയുടെ നിർമ്മാണ ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രേരക ന്യൂറോണാണ്. അതെന്താണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിൽ എത്തിക്കുന്നു. സമ്മിശ്രനാഡി എന്താണ്? സമ്മിശ്രനാഡി സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണുമാണ് സമ്മിശ്രനാഡിയുടെ നിർമ്മാണ ഘടകം. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ഗ്രാഹികളിൽ നിന്ന് സന്ദേശങ്ങളെ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എത്തിക്കുന്നു. അതായത് സംവേദന നാഡി ചെയ്യുന്ന ധർമ്മവും പിന്നെന്താണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവിൽ എത്തിക്കുന്നു. പ്രേരക നാഡി ചെയ്യുന്ന ആ ഒരു ധർമ്മവും സമ്മിശ്ര നാഡിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ? പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. പെരിഫറൽ നാഡീവ്യവസ്ഥ, നമ്മൾ നാഡീവ്യവസ്ഥയിൽ 2 നാഡീവ്യവസ്ഥ പഠിച്ചു, കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. ആ ഒരു പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ആ ഒരു സ്വതന്ത്ര നാഡീവ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. ആ ഒരു സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ഉൾപ്പെടുന്നുണ്ട്. എന്താണ്? സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ഉൾപ്പെടുന്നുണ്ട്. സിമ്പത്തറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നു. അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ വിശ്രമിക്കാനും ദഹനം പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ശരീരത്തെ സജ്ജമാക്കുന്നുണ്ട്. എന്നാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ? വിശ്രമിക്കുക, പിന്നെന്താണ്? ദഹനം, നമ്മുടെ ദഹനം പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശരീരത്തെ സജ്ജമാക്കുന്നത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെയും സമയത്ത് ഓരോ അവയവങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. നേരെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ്. ഇനി സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക്കിൽ ഉമിനീർ ഉൽപ്പാദനം കൂടുകയാണ്. സിമ്പത്തറ്റിക്കിൽ ഹൃദയമിടിപ്പ് കൂടുകയാണ്, പാരാസിമ്പത്തറ്റിക്കിൽ ഹൃദയമിടിപ്പ് കുറയുകയാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നമ്മുടെ ശ്വാസകോശം നീന്നുണ്ട് വികസിക്കുന്നുണ്ട്, പാരാസിമ്പത്തറ്റിക്കിൽ നേരെ ഓപ്പോസിറ്റ് ചുരുങ്ങുകയാണ്. ഇനി സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ദഹനപ്രക്രിയ മന്ദീഭവിക്കപ്പെടുന്നുണ്ട്, പാരാസിമ്പത്തറ്റിക്കിൽ ദഹനപ്രക്രിയ ഉദ്ദീപിപ്പിക്കപ്പെടുന്നുണ്ട്. സിമ്പത്തറ്റിക്കിൽ ഹോർമോൺ ഉൽപാദനം എന്താണ്? അവിടെ അഡ്രിനാൽ ഗ്ലാൻഡിൽ ഹോർമോൺ ഉൽപാദനം കൂടുന്നുണ്ട്. പാരാസിമ്പത്തറ്റിക്കിൽ എന്തില്ല? നേരിട്ടൊരു സ്വാധീനമില്ല, അഡ്രിനാൽ ഗ്ലാൻഡിന് ഒരു മാറ്റവുമില്ല. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ പെരിസ്റ്റാൾസിസ് കുറയുന്നുണ്ട്, പാരാസിമ്പത്തറ്റിക്കിൽ പെരിസ്റ്റാൾസിസ് കൂടുകയാണ്. ഇനി മൂത്രം നിലനിർത്തുന്നുണ്ട് സിമ്പത്തറ്റിക്കിൽ, പാരാസിമ്പത്തറ്റിക്കിൽ മൂത്രം എന്താണ്? ശൂന്യമാക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ ചെയ്യണം. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു നമ്മൾ പറഞ്ഞു, പാരാസിമ്പത്തറ്റിക്കിൽ ചുരുങ്ങുകയാണ്. ഉമിനീർ ഗ്രന്ഥി സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്താണ്? ഉമിനീർ ഗ്രന്ഥിയിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉൽപാദനം കുറയുകയാണ്, പാരാസിമ്പത്തറ്റിക്കിൽ ഉൽപാദനം കൂടുന്നു. ഇനി സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നമ്മുടെ ശ്വസനിക നമ്മുടെ ഈ ഒരു ശ്വാസകോശത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. സിമ്പത്തറ്റിക്കിൽ ശ്വാസകോശം വികസിക്കുന്നു, പാരാസിമ്പത്തറ്റിക്കിൽ ചുരുങ്ങുന്നു. സിമ്പത്തറ്റിക്കിൽ ഹൃദയം എന്താണ്? ഹൃദയമിടിപ്പ് കൂടുകയാണ്. പാരാസിമ്പത്തറ്റിക്കിലോ ഹൃദയമിടിപ്പ് കുറയുകയാണ്. അഡ്രിനൽ ഗ്രന്ഥിയിൽ സിമ്പത്തറ്റിക്കിൽ എന്താണ്? ഹോർമോൺ ഉൽപാദനം കൂടുകയാണ്. എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ നേരിട്ട് സ്വാധീനിക്കുന്നില്ല. ആമാശയത്തിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ദഹന പ്രക്രിയ മന്ദീഭവിക്കപ്പെടുകയാണ്. എന്നാൽ സിമ്പത്തറ്റിക്കിൽ ദഹന പ്രക്രിയ മന്ദീഭവിക്കപ്പെടുന്നു. ഏതില്? ആമാശയത്തിൽ. പാരാസിമ്പത്തറ്റിക്കിൽ ദഹന പ്രക്രിയ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ഇനി ചെറുകുടൽ എടുക്കുകയാണെങ്കിൽ സിമ്പത്തറ്റിക്കിൽ പെരിസ്റ്റാൾസിസ് കുറയുകയാണ്, പാരാസിമ്പത്തറ്റിക്കിൽ എന്താണ്? പെരിസ്റ്റാൾസിസ് കൂടുകയാണ്. ഇനി മൂത്രാശയം എടുക്കുകയാണെങ്കിൽ സിമ്പത്തറ്റിക്കിൽ മൂത്രം നിലനിർത്തുകയാണ്, പാരാസിമ്പത്തറ്റിക്കിൽ മൂത്രം ശൂന്യമാക്കപ്പെടുന്നു. ഈ ഒരു ബോക്സ് എന്തായാലും പഠിച്ചു വെക്കുക, എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇനി ആകസ്മിക പ്രതികരണങ്ങൾ, നിങ്ങൾ റിഫ്ലക്സ് ആക്ഷൻസ് കേട്ടിട്ടുണ്ടോ? ആകസ്മിക പ്രതികരണങ്ങൾ നമുക്ക് എന്താ നോക്കാം. ഉദ്ദീപനത്തിനനുസരിച്ചിട്ട് ആകസ്മികമായിട്ടും അനൈച്ഛികമായും നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. എന്താണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ? ഉദ്ദീപനത്തിനനുസരിച്ചിട്ട് ആകസ്മികം, പെട്ടെന്ന്, അനൈച്ഛികമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യത്തോടെ നമ്മളറിയാതെ അനൈച്ഛികമായിട്ടും നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സുഷുമ്നയിൽ നിന്ന്, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും മസ്തിഷ്കം, നമ്മുടെ ബ്രെയിനിൽ നിന്നും റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്.
അപ്പോൾ ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത, അതായത് ഇമ്പൾസ്, ആ ഒരു ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. ഈ റിഫ്ലക്സ് ആർക്ക് എന്തായാലും പഠിച്ചു വെക്കണം. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക്. ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെയാണ്. നമ്മുടെ വിരലിലുള്ള എന്ത് ചെയ്യുന്നു, വിരലിലേക്ക് ചൂടടിക്കുന്നു. അപ്പോൾ അവിടെയുള്ള സ്പർശഗ്രാഹി എന്ത് ചെയ്യുന്നു, ഗ്രാഹിനെ കൊടുത്തിട്ടുള്ളൂ. സ്പർശഗ്രാഹി എന്ത് ചെയ്യുന്നു, ചൂടിനെ തിരിച്ചറിയുന്നുണ്ട്. അവിടെയുള്ള ഗ്രാഹി എന്ത് ചെയ്യുന്നുണ്ട്, ചൂടിനെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു, ആ ഒരു ചൂടിനെ തിരിച്ചറിയുന്നു. എന്നിട്ട് അവിടെ നിന്നുള്ള ആവേഗം എടുത്തുന്നു സംവേദ ന്യൂറോണിൽ. സംവേദ ന്യൂറോണ് ഗ്രാഹിയിൽ നിന്നുള്ള ആവേഗങ്ങളെ സ്വീകരിച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നു, സുഷുമ്നയിലുള്ള നമ്മുടെ സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോണിൽ എന്ത് ചെയ്യുന്നു, അവിടത്തേക്ക് എത്തിക്കുന്നു. ഇന്റർ ന്യൂറോണ് സംവേദ ന്യൂറോണിൽ നിന്നുള്ള ആവേഗങ്ങളെ എന്ത് ചെയ്യും, ആ ഒരു സന്ദേശങ്ങൾ, ആ ഒരു ആവേഗങ്ങളെ എന്ത് ചെയ്യും, വിശകലനം ചെയ്തിട്ട് പ്രതികരണ സന്ദേശം എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. പ്രതികരണ സന്ദേശം പ്രേരക ന്യൂറോണിൽ എത്തിക്കുക ചെയ്യുന്നത്. ഇന്റർ ന്യൂറോണ് സംവേദ ന്യൂറോണിൽ നിന്നുള്ള ഒരു ആവേഗത്തെ, സംവേദ ന്യൂറോൺ എത്തിക്കുന്ന ആവേഗങ്ങളെ വിശകലനം ചെയ്തിട്ട് പ്രതികരണ സന്ദേശം പ്രേരക ന്യൂറോണിൽ എത്തിക്കുന്നു. പ്രേരക ന്യൂറോണ് ആ ഒരു പ്രതികരണ സന്ദേശത്തെ പേശിയിൽ എത്തിക്കുന്നു. പേശി ആ പ്രതികരണ സന്ദേശം സ്വീകരിച്ചിട്ട് നമ്മുടെ കൈ പിൻവലിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കൈ പിൻവലിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഭാഗം നോക്കാം. ഇവിടെ വരുന്നത് നാഡീവ്യവസ്ഥയുടെ സംരക്ഷണത്തിന് അനുവർത്തിക്കേണ്ട മുൻകരുതലും ശീലങ്ങളും. നമ്മുടെ നാഡീവ്യവസ്ഥ പറഞ്ഞു, കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥ. ആ ഒരു നാഡീവ്യവസ്ഥയുടെ സംരക്ഷണത്തിന് നമ്മൾ എടുക്കേണ്ട മുൻകരുതലും ശീലങ്ങളും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുക. ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യും, ഡാമേജ് വരും. കളികളിൽ ഏർപ്പെടുമ്പോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ അതിലൊക്കെ ഏർപ്പെടുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കളിക്കുന്നത് അണുബാധ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം. കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളത്തിലൊക്കെ കളിക്കുന്നത് മറ്റും കുളിക്കുന്നതൊക്കെ നമ്മൾ അണുബാധ ഉണ്ടാക്കാം. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി ഒഴിവാക്കണം. പിന്നെ മസ്തിഷ്കത്തിന് പരിക്കേൽക്കാനിടയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ മസ്തിഷ്കത്തിന് പരിക്ക്, ഡാമേജ് വരാൻ സാധ്യതയുള്ള ജോബ്, നമ്മൾ പണികളിൽ ഏർപ്പെടൂലേ, ആ സമയത്ത് ഏർപ്പെടുന്നവർ ഹെൽമെറ്റ്, സേഫ്റ്റി ബെൽറ്റ് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ പരമാവധി ഉപയോഗിക്കണം. പിന്നെ പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കണം. പുകവലിയും മദ്യപാനമൊക്കെ നമ്മുടെ നമ്മുടെ മസ്തിഷ്കത്തിന് ഡാമേജ് ഉണ്ടാക്കും. അത് ഒഴിവാക്കിയും നമ്മുടെ എക്സസൈസിൽ, വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം. പിന്നെ മതിയായ ഉറക്കം ലഭിക്കാത്തത് മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ബാധിച്ച് ഓർമ്മക്കുറവ്, ആകാംക്ഷ, പഠിക്കാനുള്ള പ്രയാസം, വൈകാരിക വളർച്ച തടസ്സപ്പെടുക എന്നിവക്ക് കാരണമാകുന്നതിനാൽ ദിവസം കുറഞ്ഞത് 8 to 10 മണിക്കൂറെങ്കിലും ഉറങ്ങണം. മതിയായ ഉറക്കം ലഭിക്കാത്തത്, നമ്മൾ രാത്രി കുറേ സമയം ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മതിയായ ഉറക്കം ലഭിക്കാത്തത് നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനത്തെ ബാധിച്ചിട്ട് ഓർമ്മക്കുറവ്, നമ്മളൊരു ആകാംക്ഷ, പഠിക്കാനുള്ള പ്രയാസം, വൈകാരിക വളർച്ച തടസ്സപ്പെടുക എന്നിവക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ദിവസം കുറഞ്ഞത് 8 to 10 മണിക്കൂർ എങ്കിലും ഉറങ്ങേണ്ടതുണ്ട്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിവിധ ജീവികളിലെ നാഡീവ്യവസ്ഥ. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹൈഡ്രയിലാണ്. ഹൈഡ്രന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയന്ത്രണ കേന്ദ്രമില്ലാത്ത നാഡീജാലിക. ഒരു നിയന്ത്രണ കേന്ദ്രമില്ല, ഹൈഡ്രയില് നിയന്ത്രണ കേന്ദ്രമില്ലാത്ത ഒരു നാഡീജാലിക. ഇങ്ങനെ ജാലികയായിട്ട് ഒരു നിയന്ത്രണ കേന്ദ്രമില്ല. പ്ലനേറിയയിൽ തലയുടെ ഭാഗത്തുള്ള ഒരു ജോഡി നാഡീ ഗാംഗ്ലിയകൾ നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഈ പ്ലനേറിയയുടെ തലയുടെ ഭാഗത്തുള്ള ഒരു ജോഡി നാഡീ ഗാംഗ്ലിയകൾ എന്ത് ചെയ്യുന്നു, നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇനി ഷഡ്പദങ്ങളിൽ തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ തലയുടെ ഭാഗത്തുള്ള ന്യൂറോണുകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, വ്യക്തവും സാമാന്യം വികാസം പ്രാപിച്ചതുമായ മസ്തിഷ്കമായിട്ട് പരിണമിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഷഡ്പദത്തിൽ തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ, ന്യൂറോണുകൾ കൂടിച്ചേർന്ന് വ്യക്തവും സാമാന്യം വികാസം പ്രാപിച്ചതുമായിട്ടുള്ള മസ്തിഷ്കമായിട്ട് പരിണമിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീ തന്തുക്കളിലെ ആ ഒരു പരിണമിച്ച മസ്തിഷ്കമുണ്ടല്ലോ, അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജോഡി നാഡീ തന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലും കാണപ്പെടുന്നു. അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജോഡി നാഡീ തന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലും കാണപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ ഹൈഡ്ര പ്ലനേറിയ ഷഡ്പദം ഇതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് എക്സാമിന്
ഹൈഡ്രയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങളിത് 3ഉം പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിനാപ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് സിനാപ്സ് ആണ്. സിനാപ്സ് ഓർത്ത് വെക്കണം. സിനാപ്റ്റിക് വിടവ് എന്താണെന്നും സിനാപ്സ് എന്താണെന്നും ആ സിനാപ്സിൻ്റെ ഘടന നമ്മൾ 2 ഇത് പറഞ്ഞല്ലോ ഘട്ടങ്ങൾ, അതും ഓർത്ത് വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് റിഫ്ലെക്സ് ആക്ഷൻ നമ്മൾ പറഞ്ഞു, അത് മനസ്സിലാക്കി വെക്കണം. റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ ചൂട് തട്ടുമ്പോൾ. പിന്നെ നമ്മൾ വിവിധതരം ന്യൂറോണുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രേരക ന്യൂറോണ്, സംവേദ ന്യൂറോണ്, പിന്നെന്താണ് ഇന്റർ ന്യൂറോണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാഡികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ നാഡിയാണ്? സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. അതിൻ്റെ ധർമ്മങ്ങൾ പഠിക്കണം. സ്വതന്ത്ര നാഡീവ്യവസ്ഥ, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക്, ഈ 2 നാഡീവ്യവസ്ഥയിലും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ ആ ഒരു നാഡീവ്യവസ്ഥയ്ക്ക് മുൻകരുതലുകൾ, അതിൻ്റെ സംരക്ഷണത്തിനുള്ള മുൻകരുതൽ, അത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഈ ഒരു വിവിധ ജീവികളിലെ നാഡീവ്യവസ്ഥയും കൂടി മനസ്സിലാക്കി വെക്കണം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്